നിങ്ങൾ പത്തിലത്തോരൻ കഴിച്ചിട്ടുണ്ടോ? ഇന്ന് അമ്മയുണ്ടല്ലോ നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പത്തിലത്തോരൻ ഉണ്ടാക്കുന്നത്. ഏതാണ് ആ പത്തിലകൾ എന്നുള്ളത് അമ്മ കൃത്യമായിട്ട് പറഞ്ഞു തരും. പിന്നെ ഇന്നത്തെ വീഡിയോ സ്പെഷ്യലാണ്, കാരണം ഇന്നത്തെ വീഡിയോൻ്റെ സംവിധാനവും സിനിമാറ്റോഗ്രാഫിയും വിവരണവും ഒക്കെ അമ്മ തന്നെയാണ് ചെയ്യുന്നത്. സോ അമ്മ യൂട്യൂബറായ ആദ്യത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് മത്തനില, ഇത് കുമ്പളമില, ഇത് ചേനയുടെ ഇല, ഇത് താള്, ഇത് പയറ്, ഇതൊരു തരം ചീര, ഇത് വേറൊരു തരം ചീര, ഇത് കോവലിൻ്റെ ഇല, കോഴക്കയുടെ, പിന്നെ ഇത് ആനത്തൂവാന്ന് ഞങ്ങൾ പറയും അത്, പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഇലകൾ തികഞ്ഞില്ല വെച്ചാൽ നമ്മളിത് കൂട്ടും. മുളകിൻ്റെ ഇല, ഇത് തഴുതാമ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് 1 2 3 4 5 6 7 8 9 10 ഈ 10 ഇലകൾ കൂടിയിട്ടാണ് നമ്മൾ തോരൻ വയ്ക്കാൻ പോണത്. ഇതില്ലാന്നുണ്ടെങ്കിൽ വേറെ എന്താ ഇലകൾ കിട്ടണമെന്ന് വെച്ചാൽ പല തൊടിയിലുള്ള ഏത് ഇല വേണമെങ്കിൽ എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വിവരണം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ അമ്മ എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ട് 10 ഇലകളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന് എനിക്ക് വേണ്ടിയിട്ട് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടാണ് ഈ വീഡിയോ നാട്ടിൽ നിന്ന് ചെയ്ത് അയച്ചത്. താങ്ക് യു അമ്മ, താങ്ക് യു സോ മച്ച്, സോ സ്വീറ്റ് ഓഫ് യു. ഇതിലും നല്ലൊരു ഗിഫ്റ്റ് കിട്ടാനില്ല അല്ലേ? അപ്പോൾ ഇതിന് ചെറിയ ഷേക്കോ അല്ലെങ്കിൽ ക്വാളിറ്റി ഇഷ്യൂസോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം അമ്മയ്ക്ക് അറിയുന്ന രീതിയിൽ മാക്സിമം ഒരു കൈ കൊണ്ട് മൊബൈലൊക്കെ പിടിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അമ്മയുടെ ഈ ഒരു എഫേർട്ട് നിങ്ങൾ നന്നായിട്ട് ലൈക്കും ഷെയറും കോമൻറ്റും പിന്നെ ഈ ഒരു പത്തിലത്തോരൻ ട്രൈ ചെയ്യണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ 10 ഇലകൾ കിട്ടാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പം ഞാൻ ഉള്ള പോലെ ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും നാട്ടിലെപ്പോഴെങ്കിലും പോകുമ്പോൾ ഈ 10 ഇലത്തോരൻ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഇത് കർക്കിടക മാസത്തിലാണ് ഇതൊക്കെ ട്രൈ ചെയ്യേണ്ടത്. കർക്കിടക മാസമൊക്കെ കഴിഞ്ഞു. എന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു തവണയെങ്കിലും ഇതുപോലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിഷസ് ട്രൈ ചെയ്യുക തന്നെ വേണം അല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. 10 ഇലകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? ഏതൊക്കെ ഇലകളാണ് നിങ്ങൾക്ക് അവൈലബിൾ അതെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ഈ തോരൻ ഉണ്ടാക്കാവുന്നതാണ്. നല്ല സ്വാദുമാണെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ എന്തായാലും എൻ്റെ അമ്മ ആദ്യമായിട്ട് യൂട്യൂബറായി ഈ ഒരു വീഡിയോ ചെയ്ത് അയച്ചതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ചാനലിൻ്റെ പേര് നമ്മൾ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പുതിയ പേരെന്ന് പറയുന്നത് ദി RJ പൂജ വ്ലോഗ്സ് എന്നാണ്. അതിന് കാരണം നമ്മൾ ഫുഡ് റിലേറ്റഡ് മാത്രമല്ല അല്ലാതെയും വെറൈറ്റി കോണ്ടൻറ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് ഉടനെ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. എല്ലാവരുടെയും സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ് മൈ ചാനൽ ദി RJ പൂജ വ്ലോഗ്സ്. താങ്ക് യു സോ മച്ച്. ബൈ.